തീരദേശ മേഖലയ്ക്ക് 100 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് നടപ്പിലാക്കാൻ ബഡ്ജറ്റ് മുന്നോട്ടേക്ക് വെക്കുകയാണ്. അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ കേരളത്തിലാണ് സാധിക്കുക എന്നുള്ളതുകൊണ്ട് അതിലൂന്നി 60 കോടി രൂപയാണ് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. ഗവൺമെൻറ് പ്രഖ്യാപിച്ചതുപോലെ 2025 നവംബർ 1 അതിദരിദ്രരില്ലാതെ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ്. പരമ്പരാഗത മേഖലകളുടെ സംരക്ഷണത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ട്. കൈത്തറി സഹകരണ സംഘങ്ങൾക്ക് 5 കോടിയും ആൻഡെക്സിന് 20 കോടിയും നീക്കിവെച്ചിട്ടുണ്ട്. കയർ മേഖലക്ക് 10.7 കോടി രൂപയും കശുവണ്ടി മേഖലക്ക് 52.36 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. ലൈഫ് മിഷൻ വഴി 1 ലക്ഷം വീട് കൂടി, ഏതാണ്ട് ഇപ്പോൾ 5 ലക്ഷം വീട് പൂർത്തിയായി വരികയാണ്. 1160 കോടി രൂപ ഈ 1 ലക്ഷം വീടിന് വേണ്ടി വീണ്ടും മാറ്റിവെക്കുകയാണ്. പ്രവാസി ക്ഷേമത്തിന് വേണ്ടി 150.81 കോടി രൂപ നീക്കിവെച്ച ബഡ്ജറ്റാണ് ഇത് എന്ന് നമുക്ക് അറിയാം. ക്ഷേമ പെൻഷന് 13,300 കോടി നീക്കിവെച്ചിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാർക്ക് 5% വർധനവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. പട്ടികജാതി വകുപ്പിന് നല്ല രീതിയിൽ തുക മാറ്റിവെച്ചിരിക്കുകയാണ്. കാർഷിക മേഖലക്കും നെല്ല്, നാളികേരം തുടങ്ങിയ മേഖലയിലും അത് സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. വിജ്ഞാന സമ്പദ്ഘടനക്കാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നിലപാടായ വൈജ്ഞാനിക സമൂഹം, വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ എന്ന പുതു ആശയം നവകേരള സൃഷ്ടിക്ക് ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതിയായിട്ടാണ് ഗവൺമെൻറ് കാണുന്നത് എന്ന് ബഡ്ജറ്റിലൂടെ വ്യക്തമാക്കുകയാണ്. മികവിൻ്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ഊന്നലും ഇതിൻ്റെ ഭാഗമായി ഉണ്ട്. CM സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രീഡം സ്ക്വയറും അതുപോലെ പുതു പരീക്ഷണശാലകളും വിഭാവനം ചെയ്യുന്ന പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു നയാ പൈസയും നമുക്ക് തരുന്നില്ലെങ്കിലും മുണ്ടക്കൈ ദുരന്ത ആശ്വാസ പദ്ധതിക്ക് 750 കോടി രൂപ ആദ്യഘട്ടത്തിൽ തന്നെ അനുവദിക്കാൻ ബജറ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. വിളവുകളുടെ പരിപാലനത്തിനായി ഇപ്പോഴത്തന്നെ വ്യക്തതയോടുകൂടി 539.9 കോടി രൂപ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്യവസായ മേഖലക്ക് ഇവിടെ 1831 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. ഇങ്ങനെ നാനാ മേഖലയിലും ബജറ്റ് കടന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിൽ ഊന്നുന്ന നിലപാടുകൾ സ്വീകരിക്കുകയാണ്. പശ്ചാത്തല സൗകര്യ വികസനത്തിനും IT മേഖലക്കും നല്ല ഊന്നൽ നൽകിയിട്ടുള്ള പരിപാടിയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അടിസ്ഥാന മേഖലകളെ ശക്തിപ്പെടുത്താനും പശ്ചാത്തല സൗകര്യ വികസനത്തിനും ഈ ബഡ്ജറ്റ് ഊന്നൽ നൽകിയിട്ടുണ്ട്.
ജീവനക്കാർക്ക് യഥേഷ്ടം നൽകേണ്ട ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയാത്ത സാഹചര്യത്തെ മറികടക്കുന്നതിനുള്ള സമീപനം ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി മുന്നോട്ടേക്ക് വച്ചിരിക്കുകയാണ്. സാംസ്കാരിക രംഗത്തെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന നിരവധി പദ്ധതികൾ ഇത് മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഈ രീതിയിൽ കേരളത്തിൻ്റെ വികസനത്തെ വളരെ ശ്രദ്ധേയമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഊന്നലാണ് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കാണുകയാണ്. ഇന്ത്യൻ പൗരന്മാരെ കാലിലും കൈകളിലും ചങ്ങലയിട്ട് ഭക്ഷണവും വെള്ളവും പോലും കൃത്യമായിട്ട് നൽകാതെ വിമാനത്താവളത്തിലേക്ക് യുദ്ധവിമാനത്തിൽ തിരിച്ചെത്തിച്ച ചരിത്രം വളരെ അപൂർവമാണ്. ആ വേദനിക്കുന്ന ചിത്രങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. അമേരിക്കയുമായി നല്ല നയതന്ത്ര ബന്ധം സ്ഥാപിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ദാസ്യവേല ചെയ്യുന്ന രീതിയിൽ ഒരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. നയതന്ത്ര വക്താക്കൾ പറഞ്ഞത് അമേരിക്ക നാട് കടത്തുന്നത് ഇങ്ങനെയാണ് എന്നാണ്. കൈക്കും കാലിനും ചങ്ങലയിട്ടുകൊണ്ടാണ് നാട് കടത്താൻ അവരുടെ രീതി. ശക്തിയായ പ്രതിഷേധം വന്നപ്പോഴാണ് ഇന്നലെ ചെറിയ രീതിയിൽ മാറ്റി പറയാൻ നിർബന്ധിതനായത്. അതിശക്തിയായിട്ടുള്ള ഇന്ത്യൻ ജനതയുടെ പ്രതിഷേധത്തിൻ്റെ മുമ്പിൽ മോഡിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് വന്നപ്പോൾ ചങ്ങലയിട്ട് കൊണ്ടുവന്നതിനോട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്ന് പറയേണ്ടി വന്നു. ആദ്യം ഇതിനെയെല്ലാം പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ടായിരുന്നു നിലപാട്. ഇന്ത്യയേക്കാൾ ചെറിയ രാജ്യം പോലും മെക്സിക്കോ ഉൾപ്പെടെ ഞങ്ങൾക്കെതിരായിട്ട് ഈ നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങളുടെ അതിർത്തിയിലേക്ക് നിങ്ങളുടെ വിമാനങ്ങൾ കടക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് വരെ സ്വീകരിച്ചപ്പോൾ സാമ്രാജ്യത്വത്തിന് മുമ്പിൽ മുട്ടുമടക്കി അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കീഴടങ്ങി ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ ഭരണവർഗവും പൂർണ്ണമായ അർത്ഥത്തിൽ ദാസ്യവേല ചെയ്യുന്ന സ്ഥിതിയാണ് യഥാർത്ഥത്തിലുണ്ടായത്. ഇത് മറ്റു രാജ്യങ്ങളിൽ താമസിക്കുകയും പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും അമേരിക്ക പിന്മാറിക്കഴിഞ്ഞു. യുനെസ്കോ അടക്കമുള്ള UN ഏജൻസിയുമായി സഹകരിക്കില്ല എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ആധുനിക കാലത്ത് ആരും ചിന്തിക്കാത്ത ഭ്രാന്തൻ നയങ്ങളാണ് ട്രംപ് വന്നതോടെ അമേരിക്ക പുറത്തെടുക്കുന്നത്. മോഡിയാവട്ടെ വിനീത വിധേയനായി നട്ടെല്ല് വളച്ച് നിൽക്കുകയാണ്. എല്ലാ ജനാധിപത്യ അവകാശങ്ങൾക്കും നേരെ കടന്നാക്രമണം നടത്തുന്ന ഒരു രീതി അന്താരാഷ്ട്ര കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.